സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ചു സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന വാദം. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനമില്ലെന്നും ആരോഗ്യവകുപ്പ്. എന്നാൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ജനറൽ കോളേജിൽ സീറ്റ് വർധനവിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൾമണറി മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം തുടങ്ങണമെന്നും DM പൾമണറി കോഴ്സിലെ സീറ്റ് വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യം. മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരാണ് ആവശ്യമുന്നയിച്ച് നിവേദനം നൽകിയത്. എന്നാൽ ആവശ്യം പരിഗണിച്ച സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പിന്നീട് അത് തള്ളുകയായിരുന്നു. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലും തൽക്കാലം സീറ്റ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നിലവിൽ സീറ്റ് കൂട്ടാൻ നയപരമായ തീരുമാനമില്ലെന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ എറണാകുളം കോതമംഗലത്തെ സ്വകാര്യ ഡെന്റൽ കോളേജിന് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ തള്ളിക്കളയുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, വിശദാംശങ്ങൾ? ഹരിത, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൾമണറി മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം തുടങ്ങണമെന്നും DM പൾമണറി കോഴ്സിലെ സീറ്റ് വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ സംസ്ഥാന സർക്കാർ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പ്രധാനമായും മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ച് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആവശ്യം പരിഗണിച്ച സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ എന്തായാലും സീറ്റ് വർദ്ധിപ്പിക്കാനൊന്നും തന്നെ സാധിക്കില്ല. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. ഒരു സർക്കാർ കോളേജുകളിലും സീറ്റ് വർദ്ധിപ്പിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്നടക്കം തന്നെ വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം കോതമംഗലത്തുള്ള ഡെന്റൽ കോളേജിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് പിന്നീട് സർക്കാർ മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ തള്ളിക്കളയുന്നത്. അതായത് ഈ ഡെന്റൽ കോളേജിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ സ്വകാര്യ കോളേജാണ് കോതമംഗലത്ത് അല്ലെങ്കിൽ എറണാകുളം കോതമംഗലത്തിലുള്ള ഒരു സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉത്തരവിറക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൾമണറി വിഭാഗത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നിവേദനം നൽകിയിട്ടും അത് സാമ്പത്തിക പ്രതിസന്ധി മൂലം തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നതും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലൊന്നും തന്നെ സീറ്റ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സർക്കാരാണ് ഡെന്റൽ കോളേജിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഹരിത, ശരി, വിനയാണ് വിവരങ്ങൾ നൽകിയത്.